ഇച്ചായൻ്റെ പെണ്ണ്. രചന കുറുമ്പിപ്പെണ്ണ്. അവതരണം സാലിം കരുളായി. ജോ വീട്ടിലേക്ക് കയറി നേരെ പോയത് അപ്പച്ചൻ കിടക്കുന്ന റൂമിലേക്കാണ്. അവൻ ചെന്നപ്പോൾ അപ്പച്ചൻ എന്തോ ആലോചനയിലിരിക്കുകയായിരുന്നു. അവൻ അടുത്തേക്ക് ചെന്ന് അപ്പച്ചനെ വിളിച്ചപ്പോഴാണ് അയാൾ അവൻ വന്നത് അറിയുന്നത്. ജോ, നീ എപ്പോൾ വന്നു? അയാൾ അവനെ നോക്കി ചോദിച്ചു. കുറച്ച് നേരമായി. എന്നതാ പറ്റിയത്? എങ്ങനെയാ അപ്പച്ചൻ്റെ കാർ ആക്സിഡൻ്റ് ആയത്? ജോൺ അയാളെ നോക്കി ചോദിച്ചു. അത് മോനെ, അയാളെന്തോ പറയാൻ നിന്നതും അവൻ കൈയുയർത്തി തടഞ്ഞു. കള്ളം പറയാനാണെങ്കിൽ അത് വേണ്ട, എല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാൻ വന്നേക്കുന്നേ. മോനെ, അവർ ആ GD ഗ്രൂപ്പിൻ്റെ ഡീല് നമുക്ക് കിട്ടിയതിനെ ചുരുക്കി തീർക്കാൻ നോക്കിയതാണ്. എന്നതായാലും നിൻ്റെ അമ്മച്ചി ഇതൊന്നും അറിയണ്ട. അവളുടെ ആംഗളിയാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അറിഞ്ഞാൽ അവൾക്ക് സങ്കടാകും. ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഇതിങ്ങനെ പോയാ അവന്മാരുടെ കൈ കൊണ്ട് തീരും. ജോ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇപ്പം അതൊന്നും ആലോചിക്കണ്ട. ചെല്ല്, പോയി ഫ്രഷ് ആക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്. വന്നിട്ട് റെസ്റ്റ് എടുക്കാത്ത ഓട്ടമല്ലായിരുന്നു. അപ്പച്ചൻ അവനെ സമാധാനിച്ച് റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ പോയി കഴിഞ്ഞതും അയാൾ വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. ഇവരാരൊക്കെയെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് പുലിക്കാട്ടിലെ വീട്. മാത്യു വർഗീസ് ക്ലാര ദമ്പതികൾക്ക് 3 മക്കള്. മാത്യുവും ക്ലാരയും ഇപ്പം ജീവിച്ചിരിപ്പില്ല. എൽസ ഡെന്നീസ്, ഭർത്താവ് ഡെന്നീസ്, മക്കൾ ടെസ, ഭർത്താവ് ആൽവിൻ, ഒരു കുഞ്ഞുണ്ട് ആൻഡ്രിയ ക്രിസ്റ്റഫർ എന്ന കിച്ചു. രണ്ടാമത്തെ മകനാണ് സാമുവൽ മാത്യു, ഭാര്യ മേരി സാമുവൽ, മകൻ ഡേവിഡ് ജോൺ. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഇവർക്ക് ജോ ഉണ്ടാകുന്നത്. പിന്നെ മേരിക്ക് അതിനുശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. മൂന്നാമത്തെ മകൾ ട്രീസ, ഭർത്താവ് മാത്തൻ, മക്കൾ ടീന, ജെസ്സി. ഇതാണ് ജോണിൻ്റെ ഫാമിലി. അവൻ്റെ അമ്മച്ചിയുടെ കുടുംബം പിന്നെ പരിചയപ്പെടാം. ജോ ഡ്രസ്സ് മാറ്റി ഫ്രഷായി ഇറങ്ങി. അപ്പോഴാണ് അവൻ്റെ ഫോണ് ബെല്ലടിച്ചത്. ഫോൺ നോക്കുമ്പോൾ ദേവനായിരുന്നു. അവൻ ഫോൺ എടുത്തു. ഡാ ജോ, നീ എന്താ പോയിട്ട് വിളിക്കാഞ്ഞത്? ഞാനിവിടെ എത്തി നേരെ 3 ആയി. എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ഓർമ്മ വന്നത്? ഡാ പോനെ പുന്നാര മോനെ, നീ എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കല്ലേ. ഓ, താനി പോലീസ് തന്നെ. ഡാ, നീ എന്താ എത്രയും തിരക്ക് പിടിച്ച് പോയത്? എന്താ പറ്റിയത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ആടാ, അപ്പച്ചന് ചെറിയൊരു ആക്സിഡൻറ്റ്. അമ്മച്ചി അതുകൊണ്ട് പേടിച്ചെന്നെ വിളിച്ചത്. എന്നിട്ട് എന്താ പറ്റിയത്? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഫ്രാക്ചർ, അതൊരാഴ്ച റെസ്റ്റ് എടുത്താൽ മാറും. ഇത് നിസ്സാര ഒരു ആക്സിഡൻ്റ് ആണോ അതോ? ദേവനവൻ്റെ പോലീസ് ബുദ്ധിയിൽ ചോദിച്ചു. ഇത് അപ്പന് കൊല്ലാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. ആരാണെന്നും അറിയാം. പക്ഷെ ഇപ്പം എന്നതായാലും ഞാൻ കളത്തിൽ ഇറങ്ങില്ല. അതിന് സമയമാകുന്നതേ ഉള്ളൂ. ശരിയടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും. ഞാൻ ഇത്രയും നേരം തിരക്കിലായിരുന്നു. ഇപ്പോഴൊന്ന് നടന്നു നിവർത്തുന്നേ. അപ്പോഴാണ് നീ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ലെന്ന് ഓർത്തത്. എനിക്കറിയാടാ, ഞാനും തിരക്കായിരുന്നു. അപ്പച്ചൻ അങ്ങനെ കണ്ട ദേഷ്യത്തിൽ അവന്മാരൊന്ന് പൊട്ടിക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് അവന്മാരെ എങ്ങോട്ടോ പോയിരുന്നു. ആ, ഓക്കെ, ശരി എന്നാ, ഞാൻ വെക്കട്ടെ. വീട്ടിലെത്താൻ നോക്കട്ടെ. ഓക്കെ, ബായ്ഡാ. ദേവൻ ഫോൺ വെച്ചതും ബാൽക്കണിയിൽ പോയി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടോട് ചേർത്തു. ജോ ആലോചിക്കുകയായിരുന്നു ദേവനെ കുറിച്ച്. ഒരു കേസിൻ്റെ ആവശ്യമായിട്ട് പരിചയപ്പെട്ടതായിരുന്നു. പിന്നീട് പലപ്പോഴും കണ്ടുമുട്ടി. പിന്നെ അത് അത്രമേൽ പ്രിയപ്പെട്ട സൗഹൃദമായി മാറി. പോലീസ് ഓഫീസർമാരിൽ പലർക്കും വക്കീൽ കുപ്പായത്തോട് ഇത്തരം അമർശാണ്. തങ്ങൾ കഷ്ടപ്പെട്ട് പിടിക്കുന്ന കുറ്റവാളികളെ നിരപരാധികളാക്കി പുറത്തിറക്കുന്നത് കൊണ്ട്. ഇല്ലാത്ത നുണങ്ങൾ ഉണ്ടാക്കി അവർ കുറ്റവാളികളെ പുറത്തിറക്കുമ്പോൾ അതുവരെ നീതിയും നിയമവും പോലീസുകാരുടെ ഒപ്പം ഉണ്ടായിരുന്നത് ആ നീതിയും നിയമവും പോലീസുകാരനെ തെറ്റുകാരനായി മുദ്രകുത്തും. പക്ഷെ ദേവൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. മാന്യമായ പെരുമാറ്റം, അതായിരുന്നു തനിക്ക് അവനോട് തോന്നിയ അടുപ്പവും ഒപ്പം കുടുംബത്തെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും. കിച്ചു വന്ന് വിളിച്ചപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നുണർന്നത്. ഇച്ചായ, അമ്മച്ചി വിളിക്കുന്നുണ്ട്. ഞാൻ വന്നേക്കാം, നീ ചെന്നോ. എന്നെ പറ്റിച്ചായ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലട ചെറുക്ക, നീ ചെന്നോ, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. ശരി, ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ വരണേ. ആ. അവനൊന്ന് മൂളി ഫോണ് കയ്യിലെടുത്തു. ദേവ് മുകളിലെ റൂമിലിരുന്ന് നോട്ട് എഴുതുകയായിരുന്നു. അപ്പോഴാണ് ദേവന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടത്. അവൾ സ്റ്റെപ്പ് ഇറങ്ങി ഓടി. ഓടിച്ചെന്ന് ആരോ ഇടിച്ചു. അവളും ഇടിച്ച ആളും താഴെ കിടക്കുന്നു. കണ്ണുകൾ ചിമ്മി തുറന്ന് ആളെ നോക്കിയതും അവൾ വേഗം എഴുന്നേറ്റു. അമ്മായി, സോറി, ഞാൻ അറിയാതെ തട്ടിയതാ. അമ്മായി ഇവിടെ നിൽക്കുന്നത് കണ്ടില്ല. അവൾ അമ്മായിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. അവർ നിലത്തേന്ന് എഴുന്നേറ്റതും അവളെ കൂർപ്പിച്ചതും നോക്കി. എന്താടി ഇത്? ചാടിത്തുള്ളു നടക്കാൻ നീ ചെറിയ കുട്ടിയാണോ? പെൺകുട്ടികളായ കുറച്ച് അടക്കവും ഒതുക്കൊക്കെ വേണം. അതെങ്ങനെ? അമ്മയെ കൊന്നിട്ടാണല്ലോ നീ പുറത്തേക്ക് വന്നത്. അവരവളെ നോക്കി പറഞ്ഞു.
അത് കേട്ടതും ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വേഗം തിരിച്ച് റൂമിലേക്ക് പോയി. അവൾ പോയ വഴിയെ ചിരിച്ചുകൊണ്ട് നോക്കി തിരിഞ്ഞവരെ ദയിപ്പിച്ച് നോക്കി നിൽക്കുന്ന ദേവനുണ്ടായിരുന്നു. അവനെ കണ്ടതും അവരവിടുന്ന് പോയി. മറ്റാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആരും അവ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ദേവുവിനോട് അങ്ങനെ പറഞ്ഞത്. ദേവനൊരു ദീർഘനിശ്വാസം എടുത്ത് ദേവുവിൻ്റെ റൂമിലേക്ക് പോയി. ദേവ് പടികൾ കയറി ദേവുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് സാന്ദ്ര താഴേക്ക് ഇറങ്ങി വരുന്നത്. അവളെ കണ്ടതും അവൻ വേഗം സ്റ്റെപ്പുകൾ കയറി പോകാൻ നോക്കി. അപ്പോഴേക്കും അവൾ അവനെ വിളിച്ചു. ദേവേട്ടാ, എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? എന്നെ കണ്ടിട്ട് ഏട്ടൻ എന്താ കാണാത്ത പോലെ പോകുന്നേ? സാന്ദ്ര അവളെ നോക്കി ചോദിച്ചു. സാന്ദ്ര, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇതുപോലെ എന്നെ മുന്നിൽ വന്ന് നിൽക്കരുതെന്ന്. പിന്നെ നിന്നെ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം അത് നിന്റെ പെരുമാറ്റം തന്നെയാണ്. ഒരു സഹോദരനോട് പെരുമാറുന്ന രീതിയിലല്ല നീ പെരുമാറുന്നത്. ഏട്ടൻ ഞാനങ്ങനെ കാണുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എനിക്ക് ഏട്ടനെ ഇഷ്ടമാണ്. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നിന്നെ ഞാൻ എൻ്റെ സഹോദരിയായിട്ട് മാത്രമാണ് കാണുന്നത്. അതിൽ കൂടുതൽ ബന്ധം നീ ആഗ്രഹിക്കണ്ട. അത് നടക്കില്ല. അത് പറഞ്ഞ് ദേവ മുകളിലേക്ക് പോയി. ഇല്ല ദേവേട്ടാ, നിങ്ങളെനിക്ക് വേണം. ഒരാൾക്ക് നിങ്ങളെ ഞാൻ വിട്ടു കൊടുക്കില്ല. ആ ദേവശ്രീ, അവൾ കാരണ നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നത്. അവളില്ലാതായ നിങ്ങൾ എനിക്ക് സ്വന്തമാകും. അവളെ ഇല്ലാതാക്കും. ദേവ് പോയ വഴിയെ നോക്കി സാന്ദ്ര മനസ്സിൽ പറഞ്ഞ് താഴേക്ക് പോയി. ദേവുവിൻ്റെ റൂമിൽ ചെന്ന് ദേവ് കാണുന്നത് ബുക്കിലെന്തോ കുറിക്കുന്നതാണ്. അവൻ പിന്നിൽ ചെന്ന് നോക്കിയപ്പോൾ അവന് ചിരി വന്നു. ബുക്കിലെ രൂപത്തെ വരച്ച് കൊമ്പ് വരച്ച് കൂട്ടി അമ്മായി എന്ന് എഴുതി അതിന് ചുറ്റും കൊമ്പും വാലുമൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പുട്ടിഭൂതം തള്ളച്ചി, ഒരു ദിവസം ഞാനതിനെ പൊട്ടക്കറ്റിയിലിടും. പിശാശ്. ദേവിരുന്ന് പെറുപിറുത്തു. ദേവിൻ്റെ ചിരിയാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ദേ ഏട്ടാ, എന്തിനാ ചിരിക്കുന്നത്? ദേവ് മുഖം വീർപ്പിച്ചിരുന്നു. ദേവ് ചിരിച്ചുകൊണ്ട് അവളെ കൈ പിടിച്ച് ബെഡിൽ കൊണ്ടിരുത്തി അവനും അവളുടെ ഒപ്പം വരുന്നു. മോൾക്ക് അമ്മായി പറഞ്ഞത് കേട്ട് സങ്കടായോ? ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളാകും ഏട്ടാ. ഒരുപക്ഷെ ഞാനുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പം അമ്മ ഉണ്ടാകില്ലേ ഏട്ടാ? ദേവ് കണ്ണു നിറച്ച് ദേവനോട് ചോദിച്ചു. മോളെ, മോൾക്കറിയോ അമ്മയുടെ ജീവൻ നിന്നാ മോളമ്മ പ്രസവിച്ചത്? അമ്മക്ക് മുന്നേ അറിയായിരുന്നു. ഡെലിവറി ടൈം അമിത രക്തസ്രാവം ഉണ്ടാകുമെന്ന് മുന്നേ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ അമ്മ അത് കാര്യമാക്കാതെ നിനക്കൊന്നും വരാതെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചിട്ട് അമ്മ പോയത്. അതുകൊണ്ട് മോളെല്ലാവർക്കും സ്പെഷ്യലാണ്. മറ്റുള്ളവർ പറയുന്നത് മോള് കാര്യമാക്കണ്ട. ദേവ് അവളെ നെഞ്ചോട് ചേർത്ത് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ദേവ് അവളെ വിളിച്ചു. ദേവു, നിന്റെ അഞ്ചു എന്ത് പറയുന്നു? ദേവ് അവളുടെ മൂഡ് മാറ്റാനെന്ന പോലെ ചോദിച്ചു. ഏട്ടനൊരു കാര്യം ചെയ്യേ, വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നേ, അവളെ പ്രൊപ്പോസ് ചെയ്യ്. ചിലപ്പോൾ വീണാലോ? ദേവ് കുസൃതിയോടെ പറഞ്ഞു. ഏയ്, അത് ശരിയാവില്ല. ഞാനൊരു പ്രാവശ്യം അവളെ പ്രൊപ്പോസ് ചെയ്തതാ. എനിക്ക് അവൾ പിടി തന്നിട്ടില്ല. ഞാൻ ഏതായാലും അച്ഛനോട് പറഞ്ഞ് അവളുടെ അമ്മയുടെ അടുത്തുനിന്ന് സമ്മതമായിക്കോട്ടെ. എന്നിട്ട് മതി ഇനി അവളുടെ പിറകെ പോകുന്നേ. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പോലീസ് ഓഫീസറല്ലേ. ഏട്ടൻ്റെ ഇഷ്ടം. അച്ഛന് ഇഷ്ടാകാതിരിക്കില്ല. എന്തായാലും എനിക്ക് 5 മതി ഏട്ടത്തിയായിട്ട്. ആ, അതങ്ങനെയുള്ളൂ. അവളുടെ ജാടൊന്ന് കുറച്ച് കൊടുക്കണം. അപ്പം മോളിവിടെ ഇരിക്കും, ഏട്ടൻ ഫ്രഷായി വരാം. അതും പറഞ്ഞവൻ താഴേക്ക് പോയി. കുറച്ചു നേരം ആരോടോ ഫോൺ ചെയ്ത് അവൻ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോഴേക്കും അമ്മച്ചി ഫുഡ് ടേബിളിൽ എടുത്ത് വെച്ചിരുന്നു. കിച്ചു കഴിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മച്ചി, അപ്പച്ചൻ കഴിച്ചോ? കഞ്ഞി കുടിച്ചു. ഗുളിക കഴിച്ച് ഇപ്പം കിടന്ന് കാണും. ഇനി അമ്മച്ചി ആരെ കാത്തു നിൽക്കുക? വാ, വന്നിരിക്കാം അമ്മച്ചി. അങ്ങനെ അവർ 3 പേരും ഫുഡ് കഴിച്ചു. എടാ, നീയൊക്കെ ചെന്ന പെണ്ണിനെ കൊന്നോ? അങ്ങോട്ട് വന്ന് നീങ്കിൽ ദേഷ്യത്തോടെ ചോദിച്ചു. എടാ, അത് കയ്യിന്ന് പോയടാ. സച്ചവനെ നോക്കി തലചൊറിച്ചുകൊണ്ട് പറഞ്ഞു. നീയൊക്കെ ദിവസം ഓരോന്ന് വലിച്ചു കയറ്റി ഓരോന്നിന്റെ മേലെ കാണിക്കാൻ തുടങ്ങിയ സമാധാനം പറയണത് ഞാനാ. നീക്ക് ദേഷ്യത്തിൽ പറഞ്ഞു. ഒരുത്തി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അവളെങ്ങാനും നാവ് പൊങ്ങി വല്ല പേരും പറഞ്ഞ മക്കളെ, നീയൊക്കെ തൂക്കുകയറി പ്രതീക്ഷിച്ചോ? കോടതിയിൽ നിന്നെയൊക്കെ പൂട്ടുന്നത് ഡേവിൾ ജോൺ ആയിരിക്കും. കാരണം സത്യദേവ് ഏറ്റെടുക്കുന്ന കേസ് വാദിഭാഗം വക്കീല അവൻ മാത്രമായിരിക്കും. അതുകൊണ്ട് തെളിവുകൾ നമുക്ക് എതിരാകുന്നതിന് മുമ്പ് എല്ലാം നശിപ്പിക്കണം. സാം അങ്ങോട്ട് വന്ന് പറഞ്ഞു. എടാ, അതിനാ കിരണ് അവനിതിന് എത്തിയിട്ടില്ല. അവനല്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചത്. അവനിത് എവിടെ പോയി? എടാ, അവൻ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞതാ, ഇതുവരെ കാണാനില്ല. സാച്ചി പറഞ്ഞു. നീ അവനൊന്ന് വിളിച്ചു നോക്ക്, സാം ചോദിച്ചു. എടാ, അവൻ എത്താ എന്ന് പറഞ്ഞു. ആ പെണ്ണിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളണം. അല്ലെങ്കിൽ പിന്നെ ആ മാർപാട് പറഞ്ഞില്ലേ ഓർഗാൻസ് ആവശ്യമുണ്ടെന്ന്, അവർക്ക് കൊടുത്താൽ മതി. അതാകുമ്പോൾ കാശും കിട്ടും. ഇനി ഒരു റിസ്ക്, അത് ശരിയാവില്ല. സാം അവനെ നോക്കി പറഞ്ഞു.
ഡാ സച്ചു, കിരൺ വന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യേ, ഞങ്ങൾ ഇറങ്ങുകയാ. ഓക്കെ, ഗുഡ് നൈറ്റ്. കിരൺ മോഹൻ, സച്ചിൻ ദാസ്, നിഖിൽ കൃഷ്ണൻ, സാം ജോയൽ ഇവർ 5 പേര് സുഹൃത്തുക്കളാണ്. കള്ള് പെണ്ണ് എല്ലാം ഒരുമിച്ച് പങ്കുവെക്കും. കോളേജ് മുതൽ തുടങ്ങിയ കൂട്ടുകെട്ടാണ്. അന്നും ഇന്നും ഇത് തുടർന്നു പോകുന്നു. മയക്കുമരുന്ന് മാഫിയുടെ കണ്ണികളാണ് ഇവർ. രാവിലെ ആയപ്പോഴേക്കും അമ്മാവനും അമ്മായും പോയി. സാന്ദ്ര എന്നിവിടുന്ന് കോളേജിൽ പോയിട്ട് നേരെ അങ്ങോട്ടും വരാമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ ദേവു ഇന്നലെ കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവറിലായിരുന്നു. അവന്റെ പ്രണയം ഏറ്റുവാങ്ങി അവന്റെ നെഞ്ചിൽ ചാരിക്ക് എടുക്കുകയാണവൾ. ശ്രീ, എനിക്ക് കൊതിയാവുന്നു. ഈ ചായ. അവളുടെ വിളി കേട്ട് അവനിൽ കുസൃതി നിറഞ്ഞു. അവനവളുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്ന് അവളുടെ ചുണ്ടിൽ നാവ് കൊണ്ട് മെല്ലെ തഴുകി. അവനൊന്ന് കുറുകിക്കൊണ്ട് അവൻ അവളിലേക്ക് അടുപ്പിച്ചു. അയ്യേ, എന്താ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നേ? ഇതിപ്പോ സ്ഥിരാണല്ലോ. എന്റെ മഹാദേവ, വേണ്ട, അങ്ങേര് പ്രണയത്തിൽ എല്ലാവരും മുന്നിലാണ്. തൽക്കാലം കൃഷ്ണനെ വിളിക്കാം. കണ്ണാ, മുഖം ഇതുവരെ കാണാത്ത ഒരാളുമായി ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. ഇനി ഞാനുറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണിക്കല്ലേ. പക്ഷെ എനിക്ക് ആ നീലക്കണ്ണ് മാത്രം കാണാൻ പറ്റുന്നുള്ളൂ. ദേവു, എണീറ്റില്ലേ നീ? കണ്ണൻ അവളുടെ റൂമിന്റെ വാതിൽ തട്ടി വിളിച്ചു. ആ ഏട്ടാ, എഴുന്നേറ്റു, ഒരു 5 മിനിറ്റേ. അതും പറഞ്ഞ് ദേവു ബാത്റൂമിൽ കയറി. രാവിലത്തെ ജോഗിങ് കഴിഞ്ഞ് ജോ സിറ്റൗട്ടിൽ നിന്നും പത്രം വായിക്കുമ്പോഴാണ് മുറ്റത്ത് 2 കാറ് വന്നു നിന്നത്. അത് കണ്ടു ജോണ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. മുറ്റത്ത് വണ്ടിയുടെ ശബ്ദം കേട്ട് മേരി സിറ്റൗട്ടിലേക്ക് വന്നു. മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ട് ചിരിയോടെ അവരവരകത്തേക്ക് വിളിച്ചു. ഇപ്പോൾ വന്നവർ ആരൊക്കെയാണെന്നല്ലേ? ഇതാണ് സാമുവലിന്റെ പെങ്ങന്മാരും ഭർത്താക്കന്മാരും മക്കളും. സാമുവലിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ്. ജോൺ എല്ലാവരെയും നോക്കി അകത്തേക്ക് പോയി. അവൻ നേരെ പോയത് കിച്ചു കിടക്കുന്ന റൂമിലേക്കാണ്. കമഴ്ന്ന് കിടന്നിരുന്ന കിച്ചുവിന്റെ ബാക്ക് നോക്കി കൊടുത്തു. അയ്യോ നമ്മച്ചി, ഞാൻ എന്റെ പെണ്ണും കൊക്കയിൽ വീണേ. ഡാ, അയ്യോ ചായ, സ്നേഹിച്ചു പോയി, ക്ഷമിക്കണേ. ഡാ കുരുത്തം കേട്ടവനെ, എഴുന്നേൽക്കടാ. ഈ ചായ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കൊല്ലം കുറയായി. മോനെ എഴുന്നേൽക്ക്. ഓ, ഈ ചായന്റെ ഒരു തമാശ. കിച്ചു ജോണിന്റെ തോളിൽ തട്ടി പറഞ്ഞു. മോന് ചായനെ വേറൊരു തമാശ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ജോ അവന്റെ കൈ പിടിച്ച് പിന്നിലേക്കാക്കി. അയ്യോ, ഈ ചായ പിടി വിട്. കിച്ചു തൊള്ള കയറിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ട്രീസമ്മ വിളിക്കുമ്പോ ഒന്നും പറയാൻ നിൽക്കരുതെന്ന്. അയ്യോ ചായ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. വിശേഷം ചോദിച്ചു വർത്താനം പറഞ്ഞപ്പോ അറിയാതെ വന്നു പോയതാ. നിന്നോടൊക്കെ എന്തെങ്കിലും പറഞ്ഞ എന്നെ വേണം ആദ്യം തല്ലാൻ. അതും പറഞ്ഞ് ജോ അവന്റെ തലക്കൊരു തട്ട് കൊടുത്ത് അവിടുന്ന് പോയി. കിച്ചു തലയൊഴിഞ്ഞ് ബാത്റൂമിലേക്കും. ദേവ് എഴുന്നേറ്റ് ഫ്രഷായി വരുമ്പോഴാണ് സാന്ദ്ര അവിടെ ഇരിക്കുന്നത് കണ്ടത്. ദേവോളം മൈൻഡ് ചെയ്യാതെ വേഗം കണ്ണന്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും ദേവനും അപ്പവും അങ്ങോട്ട് വന്നു. കണ്ണേട്ടാ, അച്ഛൻ പോയോ? അപ്പു കണ്ണനോട് ചോദിച്ചു. ആടാ പോയി, അച്ഛൻ ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ആ, അച്ഛൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോട്ടാ, ഏട്ടൻ പോകുമ്പോൾ എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യണേ, ദേവ് അപ്പുവിനോട് പറഞ്ഞു. നിന്റെ സ്കൂട്ടി ഇവിടെ ഇന്നലെ നേരെയാക്കി കൊണ്ടുവന്നല്ലേ? ദേവ് അവളോട് ചോദിച്ചു. അതേട്ടാ, അഞ്ചൊരു തീരെ വയ്യ, അവളിന്ന് ലീവാണ്, അപ്പൊ സ്കൂട്ടിയില്ലെന്ന് പോകാന്ന് വിചാരിച്ചു. ദേവിൻ്റെ ഉള്ളിൽ അഞ്ജുവിന് എന്ത് പറ്റിയെന്ന് തോന്നി. അത് മനസ്സിലായ പോലെ ദേവ് അവനെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ടു കാണിച്ചു. സാന്ദ്ര അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ അവർ പരസ്പരം സംസാരിക്കുന്നത് കണ്ട സാന്ദ്രക്ക് ദേഷ്യം വന്നു. അവൾ ദേഷ്യം നിയന്ത്രിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾ പോയെന്ന് കാണുന്നതും അവർ 4 പേരും പരസ്പരം നോക്കി ചിരിച്ചു. ദേ കണ്ണേട്ടാ, ആ ശവത്തിന് വേഗം ഒന്ന് ഒഴിവാക്കണം. ലച്ച അവിടേക്ക് ഒന്ന് പല്ല് കടിച്ച് പറഞ്ഞു. നീ ആരെ കാര്യം പറയുന്ന ഭാര്യയെ? കണ്ണൻ അവളുടെ കുസൃതിയോടെ ചോദിച്ചു. വേറെ ആരെ? ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ ആ പുറ്റിയടിച്ച സാധനം, അതിനെ തന്നെ. മാളു പറഞ്ഞു. അതെന്തു പറ്റി? നിന്നെ അവൾക്ക് അടിച്ചോ മാളു? അപ്പോൾ അവളെ നോക്കി കളിയാക്കി പറഞ്ഞു. ദേ അപ്പോട്ടാ, നിങ്ങളുടെ ചളി ഇവിടെ ആവശ്യമല്ല, മാളു അപ്പുവിനെ പൂജിച്ചുകൊണ്ട് പറഞ്ഞു. ദേവാ മോനെ, നീ സൂക്ഷിച്ചോ, അവൾ നിന്നെയും കൊണ്ടേ പോകൂ, ലച്ചു തമാശ രൂപേണ പറഞ്ഞു. ആ, അവൾ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകൂ. അത് പറഞ്ഞ് ദേവൻ കൈ കഴുകാൻ പോയി. അവൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചു.